ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ഫഖദ് ഫാസ ഫൗസൻ അളീമ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്, ഈമാനുള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു, അംബിയാ മുർസലീങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ അന്ത്യനാളിൽ വിശ്വസിക്കുന്നു, പരലോകം, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അവസാന ദിവസം, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഖദറിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ 6 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, അതിൻ്റെ അടിത്തട്ടിൽ അങ്ങേയറ്റത്തെ രൂഢമൂലമാക്കുന്ന രൂപത്തിൽ അതിശക്തമായിട്ടുള്ള വിശ്വാസം വേണം. എന്ത് വിശ്വാസം? അള്ളാഹുവിൽ വിശ്വാസം വേണം, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസം വേണം. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം വായിക്കാം. അൽ ഈമാനു തസ്ദീഖുൽ ഖൽബി ബില്ലാഹി വ ബിറസൂലിഹി. ഈമാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ ആ ഒരു സത്യസന്ധമായ ഉറപ്പിക്കലാണ്. എന്നിട്ടോ അത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വഹുവ തസ്ദീഖുല്ലദീ ലാ യറുദു അലൈഹി ശക്കുൻ വലാ ഇർതിയാബ്. ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ ഒരു സത്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അവന് ഷക്കുണ്ടാകാൻ വേണ്ടി പാടില്ല. എന്ന് പറഞ്ഞതർത്ഥം സംശയം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം, എന്നിട്ട് പിന്നെ അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുമോ, അള്ളാഹു നമ്മെ അറിയോ, അള്ളാഹുവിന് നമ്മുടെ ഹൃദയത്തിലുള്ള അറിയൂലേ എന്നൊക്കെയുള്ള ഷക്ക്, സംശയമുണ്ടാകാൻ വേണ്ടി പാടില്ല. വലാ ഇർതിയാബ്, ഒരു സന്ദേഹവും നമുക്ക് പാടുള്ളതല്ല. വഹുവ തസ്ദീഖുൽ മുത്മഇൻ അസ്സാബിത്തുൽ മുതയഖിൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ എന്താ പറയുക, സത്യസന്ധമായ ഉറപ്പ്, ശാന്തമായ ഒരു ചെറിയ അണുതൂക്കം സംശയം പോലും ഇല്ലാത്ത രൂപത്തിൽ, അസാബിത്ത്, സ്ഥിരപ്പെട്ട, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പം നമുക്ക് വിശ്വാസത്തിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല.
അസാബിദ് സ്ഥിരപ്പെട്ട, വിശ്വസിച്ച് കഴിഞ്ഞത് മുതൽ മരണം വരെ ആ ഒരു അൽമുത്തയക്കുന്ന യഖീനോടുകൂടെ എന്ന് പറഞ്ഞാൽ ഒരു പാറ പോലെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിക്കൊണ്ട് ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇങ്ങോട്ട് രൂഢമൂലമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ഇങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മലായിക്കത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. അൽ ഈമാനു ബിൽ മലായിക്ക. അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹുവിന് ഇണയില്ല, തുണയില്ല, സന്തതികളില്ല. ഇതൊക്കെ നമുക്കറിയാം. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ വിളിച്ച് തേടാൻ പാടുള്ളൂ, ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാത്തവരെ വിളിച്ചാൽ ഷിർക്കാം. ഇതൊക്കെ നമുക്കറിയാം. അൽ ഈമാനു ബിൽ മലായിക്ക, മലക്കുകളുടെ വിശ്വാസം. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും മലക്കുകളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് കൂടുതലായി അറിയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, ഞാനും നിങ്ങളൊക്കെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ മലായിക്കത്തുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. വലിയ സ്ഥാനമാണുള്ളത്. മലായിക്കത്തുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉന്നത സ്ഥാനമാണുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഉടനെ മലക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളുണ്ടല്ലോ, ആയത്തുൽ ആമന റസൂലു എന്ന് പറയുന്ന, അതിൽ കാണാം കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. കണ്ടോ, കുല്ലുൻ ആമന ബില്ലാ, എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹ് കഴിഞ്ഞ് ഉടനെ എന്താ പറയുന്നത്? വ മലായികതിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിലും. അപ്പോൾ അള്ളാഹിനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ മലക്കുകളിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അർത്ഥമാക്കുന്നത്? അള്ളാഹിൻ്റെ അടുക്കൽ മലക്കുകൾക്കുള്ള ആ സ്ഥാനം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ട് ഈ കിബില മാറ്റം ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു കിബില, ഫലസ്തീനുള്ള ബൈത്തുൽ മുഖദ്ദസ്. പിന്നീട് അള്ളാഹുവിൻ്റെ ആയത്ത് അവതീർണമായി മക്കയിലേക്ക്, കഅബാലയത്തിലേക്ക് കിബിലയായി നമ്മൾ നിശ്ചയിക്കപ്പെട്ടു. കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം, അതാണ് ലോക മുസ്ലിങ്ങളുടെ കിബില. പക്ഷേ ആ സന്ദർഭത്തിൽ ആളുകൾക്കിടയിൽ പലതരം സംശയങ്ങൾ, ജൂത സമൂഹം പലവിധ ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അല്ലാഹു തആല വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്, ഒരാൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഏതെങ്കിലും ദിശയിലേക്കോ തിരിയുന്നതല്ല, മറിച്ച് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. പുണ്യം, നന്മ എന്ന് പറയുന്നത് എന്താ? അത് മൻ ആമന ബില്ലാഹ്, ആരല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ. അന്ത്യദിനം എന്ന് പറഞ്ഞാൽ നരകവും സ്വർഗവും അതുപോലെ ഹിസാബും എല്ലാ കാര്യങ്ങളും അതിൽ വന്നു. സഹോദരങ്ങളെ, മഹ്ശറ വന്നു, അവിടെ എല്ലാ സംഭവങ്ങളും അതിൽ വന്നു. വൽ മലായിക, മലക്കുകളുടെ വിശ്വാസം. ഇതൊക്കെയാണ് നന്മ എന്നാ പറയുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുക, മലക്കുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായിട്ടും എന്താണ് പ്രിയമുള്ളവർ? ഒന്ന്, ഇസ്ലാമിക പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ധാരണം ചെയ്തുകൊണ്ട് പറയുകയാണ്, മലക്കുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അൽ ഈമാനു ബിൽ മലായികതി യതളമ്മനു അത്തസ്ദീഖു ബിവുജൂദിഹിം. മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. മലക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഇല്ലാത്ത കഥയാണ് എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. അത് ഉണ്ട് എന്ന്, ആ മലായികത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. വഅന്നഹും ഇബാദും മുക്റമൂൻ, അവർ എങ്ങനെയുള്ള ആളുകളാണ്? ഇബാദ്, അടിമകളാണ്, ദാസന്മാരാണ്. മുക്റമൂൻ, ആദരണീയരായിട്ടുള്ള അടിമകളാകുന്നു അവർ. ഖലഖഹുമുല്ലാഹു ലിഇബാദതിഹി, എന്തിനാ അല്ലാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചത്? ലിഇബാദതിഹി, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാകുന്നു.
വതൻഫീദി അവാമിരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുവാനുമാണ് ഈ മലായിക്കത്തുകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അള്ളാഹിനെ ആരാധിക്കാൻ. മലക്കുകളെ എന്തിനാ സൃഷ്ടിച്ചത്? ലിഇബാദത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി. രണ്ടോ, വതൻഫീദി അവാമിരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങളും അള്ളാഹു മലായിക്കത്തുകളോട് കൽപ്പിക്കും. ആ മലക്കുകൾ അത് അപ്പടി തന്നെ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. വൽ ഈമാനു ബി അസ്നാഫിഹിം, മലക്കുകളുടെ ഇനങ്ങളുണ്ട്, അതിൽ വിശ്വസിക്കണം. വ ഔസ്വാഫിഹിം, അവർക്ക് ചില വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്, വസ്ഫുകൾ നൽകിയിട്ടുണ്ട്, അതിൽ വിശ്വസിക്കണം. അതോടൊപ്പം തന്നെ വ അഅമാലിഹിം അല്ലതി യഖൂമൂന ബിഹാ ഹസ്ബ മാ വറദ ഫിൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ളത് പോലെ ആ മലായിക്കത്തുകളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്രകാരം നമ്മൾ വിശ്വസിക്കണം. വൽ ഈമാനു ബിഫദ്ലിഹിം വ മകാനതിഹിം ഇൻദല്ലാഹി അസ്സ വജൽ, ആ മലക്കുകൾക്ക് അള്ളാഹിൻ്റെ അടുക്കലുള്ള സ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയും അതിലൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് പ്രിയമുള്ളവരെ. അപ്പോൾ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കണം. മലക്കുകൾ എന്ന് പറയുന്നത് ഉണ്ടെന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ അവർ ഇബാദും മുക്റമൂൻ, എന്താണ് അങ്ങനെ പറഞ്ഞാൽ ആദരണീയരായിട്ടുള്ള അടിമകളാകുന്നു. പിന്നെ എന്തിനാണ് അള്ളാഹു തആല അവരെ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുവാനും. പിന്നെ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണം? അവരുടെ ഇനങ്ങളിൽ, അതുപോലെ തന്നെ അവരുടെ വിശേഷണങ്ങളിൽ, അവരുടെ കർമ്മങ്ങളിൽ. മലക്കുകൾക്ക് പല കർമ്മങ്ങളുണ്ട്, പല മലക്കുകൾക്കും പല ജോലികളാണ്, അതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. മരിപ്പിക്കുന്ന മലക്കുണ്ട്, അമ്പിയാക്കൾക്ക് സന്ദേശമെത്തിക്കുന്ന വഹയ്യെത്തിക്കുന്ന മലക്കുകളുണ്ട്, അതിലൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഏതുപോലെ കിതാബിൽ, അള്ളാഹിൻ്റെ കിതാബിലും തിരുസുന്നത്തിലും വന്നതിനനുസൃതമായിക്കൊണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മലക്കുകൾക്ക് ശ്രേഷ്ഠതകളും ഉന്നതമായ സ്ഥാനങ്ങളുമുണ്ട്, അതിന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വഖദ് വറദ ഫീ സഹീഹി മുസ്ലിം അന്നല്ലാഹ ഖലഖഹും മിൻ നൂർ, അല്ലാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ നൂർ, പ്രകാശത്തിൽ നിന്നാകുന്നു. മനുഷ്യരെന്തെന്നാ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന് അല്ലേ? ആദമിനെന്തെന്നാ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന്. മിൻഹാ ഖലഖനാകും, എന്താ അർത്ഥം? നിങ്ങൾ എന്തെന്നാ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന്. എന്നാൽ മലക്കിനെയോ അന്നല്ലാഹ ഖലഖഹും മിൻ നൂർ, അല്ലാഹു തആല മലക്കുകളെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് പറയുകയാണ് അവരുടെ ശ്രേഷ്ഠതയും അവരുടെ ആദരണീയതയും ഒക്കെ പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ അടുക്കൽ മലക്കുകൾക്ക് വലിയ സ്ഥാനമുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഉടനെ മലക്കുകളെക്കുറിച്ച് പറഞ്ഞു എന്ന്. മറ്റൊരായത്തിൽ അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയങ്ങൾ? അന്നല്ലാഹ യുളീഫുഹും ഇലൈഹി ഇലാഫത തശ്രീഫ്, മലക്കുകളെ ആദരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ കൂടെ തന്നെ മലക്കുകളെ പറഞ്ഞിരിക്കുക. എവിടെ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. കണ്ടോ? ഇന്നല്ലാഹ വ മലായികതഹു, അള്ളാഹുവും മലക്കുകളും അങ്ങനെ ചേർത്ത് പറഞ്ഞിരിക്കുക. എന്തുകൊണ്ടാ? അത് ഒരു തശ്രീഫ്, അവർക്ക് ബഹുമാനം നൽകുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഒട്ടേറെ ആയത്തുകളിൽ ഇങ്ങനെയുള്ളത് കാണാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി. സൂറത്തുൽ ബഖറയിൽ കാണാം, വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി. ആരാണ് അള്ളാഹുവിനെയും അവൻ്റെ മലായിക്കത്തുകളെയും നിഷേധിക്കുന്നവർ? മലക്കുകളെ നിഷേധിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് കുഫറാണെന്നർത്ഥം. വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി. മറ്റൊരായത്തിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ കാണാം, മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി. ആരാണ് അള്ളാഹുവിൻ്റെ ശത്രുക്കൾ, അവൻ്റെ മലായിക്കത്തുകളുടെ ശത്രുക്കൾ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ജൂത ക്രിസ്ത്യാനികൾക്ക് സഹോദരങ്ങളെ ചില മലായിക്കത്തുകളോട് വിമ്മിഷ്ടമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. ഖുർആനിലത് കാണാൻ വേണ്ടി കഴിയും. ആ കാര്യം പറയുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്, മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി. അപ്പോൾ ഇവിടെയൊക്കെ അള്ളാഹുവിനെയും മലായിക്കത്തുകളെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താ? അള്ളാഹിൻ്റെ സാക്ഷ്യം
അതിനോടൊപ്പം മലായിക്കത്തുകളുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒരായത്തിൽ സൂറത്ത് ആലി ഇമ്രാനിൽ കാണാം, ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക. ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിനാ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, നിശ്ചയം ആ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതിന് അല്ലാഹു സാക്ഷിയായിരിക്കുന്നു. വൽ മലായിക, മലക്കുകളും അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ മലക്കുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലക്കുകളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ? അവർ പുണ്യവാളന്മാരാകുന്നു, ആദരണീയരാകുന്നു എന്നുള്ളതാ. വയസിഫുഹും സുബ്ഹാനഹു ബിൽ കർമി വൽ ഇക്റാം. കണ്ടോ, ആദരവ് കൊണ്ട്, മഹത്വം കൊണ്ട് അല്ലാഹു തആല അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബിഐദി സഫറ കിറാമിൻ ബററ, ബിഐദി സഫറ ഫീ സുഹഫിൻ മുതഹറ, ഫീ സുഹഫിൻ എന്ന് പറഞ്ഞിട്ട് ചില ഏടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ആ ഏടുകൾ ആരുടെ അടുത്താണ്? ആരാണ് അതിൻ്റെ അടുത്ത്? ബിഐദി സഫറ കിറാമിൻ ബററ, പുണ്യവാളന്മാരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള മലായിക്കത്തുകളുടെ കൈകളിലാണ് എന്നാ പറയുന്നത്. വഖാല തആല വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. മറ്റൊരായത്തിൽ പറയുകയാണേ, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മേൽനോട്ടം വഹിക്കുന്ന മലക്കുകളുണ്ടെന്നാ. എന്നെ നോക്കുന്നു, നിങ്ങളെ നോക്കുന്നു, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മലക്കുകൾ നോക്കുന്നു എന്നാണ് പറയുന്നത്. കിറാമൻ കാതിബീൻ, അവർ ആദരണീയരായ എഴുത്തുകാരാണെന്നാ. മലക്കുകളെ, ഒരു മനുഷ്യൻ്റെ രണ്ട് ഭാഗത്തും മലായിക്കത്തുകളുണ്ട്. ആ മലക്കുകൾ എന്ത് ചെയ്യുന്നു? കിറാമൻ കാതിബീൻ, അവർ എഴുതുന്നവരാണെന്നാ. എന്താ എഴുതുക? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആ മലായിക്കത്തുകൾ എഴുതുമെന്നുള്ളതാ നമുക്കറിയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവരെന്ത് ചെയ്യുന്നു? അറിയും. ആ മലക്കുകൾ എന്ത് ചെയ്യും? അറിയും. അപ്പോൾ ഇവിടെ കിറാമെന്ന്, ആദരണീയർ എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയാണ്, ബൽ ഇബാദും മുക്റമൂൻ, അവർ ആദരണീയരായിട്ടുള്ള അടിമകളാകുന്നു. വേറൊരായത്തിൽ അല്ലാഹു പറയാണ്, അവർ ഉന്നതമായ, അത്യുന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളത് എന്നുള്ളതാണ്. എന്താ പറയുന്നത്? സൂറത്തു സ്വാഫാത്തിൽ കാണാം, ലാ യസ്മഊന ഇലൽ മലഇൽ അഅലാ, പിശാചുക്കൾക്ക്, ശൈത്താന്മാർക്ക് ആ അത്യുന്നതമായിട്ടുള്ള, അഅല എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ, ഇലൽ മലഇൽ അഅല എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ സഭ, അത്യുന്നതമായ സംഘം, ആ സംഘങ്ങളുടെ കാര്യങ്ങൾ ചെവി കൊടുത്ത് കേൾക്കാൻ അവർക്ക് കഴിയില്ല. ലാ യസ്മഊന, അവർ നന്നായി അവർക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് ലാ എന്ന കഴിയൂല എന്നാണ് പറയുന്നത്. ഇലൽ മലയിൽ അഅല, ഉന്നത ലോകത്തുള്ള ആ മലായിക്കത്തുകളുടെ സംഘം, അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നത്, അതൊന്നും ഈ ആളുകൾക്ക്, പിശാചുക്കൾക്ക് അറിയാൻ വേണ്ടി കഴിയൂല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മുഖറബുകളാണ് മലായിക്കത്തുകൾ. യഷ്ഹദുഹുൽ മുഖറബൂൻ, അതിന് മുഖറബുകളായ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു. ഇതൊക്കെ മലക്കുകളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ഖുർആനിൽ പറഞ്ഞ ഇത്തരം ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മുഖറബുകളാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരായത്തിൽ പറയാണ്, അള്ളാഹിൻ്റെ അർശ്, അള്ളാഹിൻ്റെ സിംഹാസനം, ആ സിംഹാസനം വഹിക്കുന്നവർ, ചുമക്കുന്നവർ, അങ്ങനെയുള്ള മലക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അല്ലദീന യഹ്മിലൂനൽ അർശ, അതായത് ആ സിംഹാസനം വഹിക്കുന്നവർ, വമൻ ഹൗലഹു, അതിന് ചുറ്റും മലായിക്കത്തുകളുണ്ട്.
അതായത് മലക്കുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനം ചുമക്കുന്നു, അത് വഹിക്കുന്നു, അതിന് ചുറ്റും മലായിക്കത്തുകളുണ്ട്. അള്ളാഹു തആല നബിയോട് പറയാണ്, പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, വതറൽ മലായിക ഹാഫീന മിൻ ഹൗലിൽ അർശ്. സൂറത്തു സുമറിൻ്റെ അവസാനത്തായത്താണ്. വതറൽ മലായിക, നബിയെ നിനക്ക് കാണാം, നബിയെ നിനക്ക് മലക്കുകളെ കാണാം. എങ്ങനെ? ഹാഫീന, ഈ സിംഹാസനം, ആ സിംഹാസനത്തെ അങ്ങനെ വലയം ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാം. ആരെ? മലക്കുകളെ കാണാം. മിൻ ഹൗലുൽ അർശ്, ഈ സിംഹാസനത്തിൻ്റെ ചുറ്റും. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയാണ്, വയദ്കുറു സുബ്ഹാനഹു അന്നഹും ഇൻദഹു വയഅബ്ദൂനഹു വയുസബ്ബിഹൂനഹു. മലായിക്കത്തുകൾ, അള്ളാഹിൻ്റെ അടുത്തുള്ള മലായിക്കത്തുകളുണ്ട്. ആ മലായിക്കത്തുകൾ എന്ത് ചെയ്യുന്നു? യഅ്ബുദൂനഹു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വയുസബ്ബിഹൂനഹു, അവർ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ഈ ആയത്തിൽ അല്ലാഹു തആല പറയാ, ഇന്നല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ തീർച്ചയായും ഒരു വിഭാഗമുണ്ട്, ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അവരല്ലാഹനെ ആരാധിക്കുന്നതിൽ ഒരു അഹങ്കാരവും കാണിക്കാത്തവരാകുന്നു. വയുസബ്ബിഹൂനഹു, അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ വാഴ്ത്തുക, മഹത്വപ്പെടുത്തുക, പ്രകീർത്തിക്കുക. തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുക. വലഹു യസ്ജുദൂൻ, അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു, സുജൂദ് ചെയ്യുന്നു. മറ്റേ ആയത്തിൽ അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്, ഫഇനിസ്തക്ബറു ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ വഹും ലാ യസ്അമൂൻ. ഫഇനിസ്തക്ബറു, മനുഷ്യരിൽ പല ആളുകളും അള്ളാഹുവിനെ ആരാധിക്കാതെ അഹങ്കരിക്കുന്നു. എന്നിട്ടോ, എന്നാൽ ഫല്ലദീന ഇൻദ റബ്ബിക, എന്നാൽ അള്ളാഹിൻ്റെ അടുക്കലുള്ള, നിൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ള ഒരു സംഘമാകട്ടെ, യുസബ്ബിഹൂന ലഹു, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, ബില്ലൈലി വന്നഹാർ, രാവും പകലും. അങ്ങനെയൊക്കെയുള്ള മലായിക്കത്തുകളുണ്ട്. നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് കാണാൻ കഴിയൂല. നമുക്കൊന്നും മലക്കുകളെ കാണാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് മലക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മലക്കുകളുണ്ട്. ആ മലക്കുകളിൽ ചില മലക്കുകൾ രാവും പകലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വഹും ലാ യസ്അമൂൻ, അവരതിൻ്റെ പേരിൽ ക്ഷീണിക്ക്, അല്ലെങ്കിൽ മടിയന്മാരാവ്, അങ്ങനെയുള്ള ഒരു സ്വഭാവവും അവർക്ക് ഒരവസ്ഥയും ഉണ്ടാവുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയാണ്, വഖാല തആല വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമഇദിൻ സമാനിയ, നിൻ്റെ റബ്ബിൻ്റെ അർശ് അത് വഹിക്കുന്ന ആ മലക്കുകളുണ്ടല്ലോ, ഫൗകഹും യൗമഇദിൻ സമാനിയ, അന്നേ ദിവസം 8 മലക്കുകൾ അവിടെ ഉണ്ടാകും എന്നാ പറയുന്നത്. 8 മലക്കുകൾ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമിൻഹും അൽ മുവക്കലൂന ബിൽ ജിനാനി വഇദാദുൽ കിറാം ലി അഹ്ലിഹാ, അതുപോലെ ജന്നത്ത്, സ്വർഗം, ആ സ്വർഗം ചുമതലപ്പെടുത്തപ്പെട്ടുള്ള മലക്കുകളുണ്ട്. അതുപോലെ അൽ മുവക്കലൂന ബിന്നാർ, നരകം, അതിന് ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. വതഅദീബു അഹ്ലിഹാ, നരകത്തിലെ ആളുകളെ ശിക്ഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകളുണ്ട്. അവർക്ക് എന്താ പറയുക? വഹും അസ്സബാനിയ, സബാനിയ എന്നാണ് ആ മലക്കുകളുടെ സംഘത്തിന് പറയുക. വമുഖദ്ദിമുഹും 19, ഒരു 19 മലക്കുകളുണ്ട് ഈ നരകത്തെ ചുമതലപ്പെടുത്തപ്പെട്ടുള്ള മലക്കുകൾ. വഹാസിനുഹാ മാലിക്, അതിൻ്റെ ആ ഒരു ഖാസിൻ, അതിൻ്റെ പാറാവ്, അതെന്താണ്? മാലിക് എന്ന് പറയുന്ന മലക്കാണ്. എന്നിട്ടോ അള്ളാഹു പറയാണ്, അലൈഹാ 19, ആ നരകത്തിന് മീതെ 19 മലക്കുകളുണ്ട്. നരകവാസികൾ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട്, കഠിനമായ വേദനാജനകമായിട്ടുള്ള നരകാഗ്നിയിലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ആളുകൾ പറയും, ഞങ്ങളൊന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ. നരകത്തിൽ മരിക്കുവോ? ഇല്ല. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, പിന്നീട് ആ നരകത്തിൽ മരണമില്ല, മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല.
അങ്ങനെയുള്ളൊരവസ്ഥയാണ് നരകത്തിൽ. പക്ഷേ അവരാ കഠിനമായ വേദന കൊണ്ട് സഹിക്കവയ്യാതും മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയും. പക്ഷേ അവർക്ക് ജീവൻ കൊടുക്കും. എന്നാൽ ശരിയായ ജീവിതമാണോ? അല്ല. മരണമാണോ? അതുമല്ല. അങ്ങനെ കൊടിയ ശിക്ഷ. ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ ആളുകളെ നരകത്തിനെ കാക്കുന്ന മലക്കായ മാലിക് എന്ന് പറയുന്ന മലക്കിനെ വിളിച്ച് പറയും. വിശുദ്ധ ഖുർആൻ അതൊക്കെ പറഞ്ഞിട്ടോ, വനാദൗ യാ മാലികു, ഹേ മാലിക്കേ, ലിയഖ്ലി അലൈനാ റബ്ബുക, നിൻ്റെ റബ്ബ് ഞങ്ങളുടെ മേലൊന്ന് വിധി കൽപ്പിച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിച്ചിട്ടാണ് നരകത്തിൽ പോകുന്നത്. ഈ വിധി എന്താ പറയുന്നത്? മരിപ്പിച്ചെങ്കിൽ. പക്ഷേ മരിപ്പിക്കുവോ? ഇല്ല. നരകത്തിൽ മരിക്കുകയില്ല, എന്നെന്നും ആ ശിക്ഷയായിരിക്കും. അതുകൊണ്ട് ദുനിയാവിൽ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വിശ്വാസത്തോടു കൂടെ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള വിശ്വാസത്തോടു കൂടെ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയാണ്, വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. വഖാലല്ലദീന ഫിന്നാർ, നരകത്തിലുള്ള ആളുകൾ പറയും, ലിഖസനതി ജഹന്നം, നരകം സംരക്ഷിക്കുന്ന ആ സംരക്ഷകരോട് പറയും, ഉദ്ഉ റബ്ബക്കും, നിങ്ങളൊക്കെ നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ. എന്തിനാ ദുആ ചെയ്യേണ്ടത്? യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഒരു ദിവസം. യൗമൻ എന്ന് പറയുന്ന അർത്ഥം ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് ലഘൂകരിച്ച് തന്നാൽ. യുഖഫിഫ് അന്നാ, ഖഫീഫ് എന്ന അർത്ഥം ലഘു. ഒരു ദിവസമെങ്കിലും. നരകം എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഖാലിദീന ഫീഹാ, നിത്യവാസികളാണവർ. ഒരു ദിവസം തന്നെ എത്രയാ? 50,000 വർഷങ്ങൾക്ക് തുല്യാണെന്നാ. എന്നിട്ട് പറയാണ്, ഒരു ദിവസം ഒന്ന് ലഘൂകരിച്ച് തരണേ എന്നൊന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ എന്നാര് പറയും? നരകവാസികൾ, നരകത്തെ കാക്കുന്ന ആ മലക്കുകളോടൊന്ന് പറയുന്നത്. എന്നിട്ട് പ്രിയമുള്ളവരെ, ആ മലക്കുകളുടെ അവസ്ഥ എന്താ? അലൈഹ മലായിക, ആ നരകത്തിന് ചുറ്റും മലക്കുകളുണ്ട്. ഗിലാലുൻ ശിദാദ്, കഠിനന്മാരും പരുക്കന്മാരും ദയ ഏതുമില്ലാത്തവരുമായിട്ടുള്ള മലക്കുകളായിരിക്കും അത്. അവർ ദയയും കാരുണ്യം കൃപയൊന്നും ഉണ്ടാവില്ല. കഠിന മനസ്കരായിട്ടുള്ള പരുക്കന്മാരായിട്ടുള്ള, ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുക്കാത്ത കഠിനന്മാരായ മലക്കുകൾ. വിശുദ്ധ ഖുർആൻ പറയാ, അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകൾ എന്ന് പറഞ്ഞാലേ അവരെന്താണോ അള്ളാഹു അവരോട് കൽപ്പിച്ചത് അത് അപ്പടി പ്രവർത്തിക്കും. അവരെതിര് പ്രവർത്തിക്കൂല എന്നാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? മനുഷ്യന്മാരോട് അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ആരാധിക്കാതെ മറ്റുള്ള പല ശക്തികളെയും വ്യക്തികളെയൊക്കെ ആരാധിക്കും. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാലോ ഉയർന്ന മദ്യം വാങ്ങി സാപ്പിടും. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എന്നാൽ മലക്കുകൾ അങ്ങനെയല്ല. മലായിക്കത്തുകൾ എന്താണോ കൽപ്പിച്ചത് അത് പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തും. അതാണ് ലാ യഅസൂന അള്ളാഹനെ അവർ ധിക്കരിക്കുകയില്ല. മാ അമറഹും, അവരോട് കൽപ്പിക്കപ്പെട്ടത്, വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അവർ പ്രവർത്തിക്കുന്ന. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംരക്ഷിക്കാൻ മലായിക്കത്തുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈ വമിൻ ഖൽഫിഹി യഹ്ഫളൂന മിൻ അംരില്ലാഹ്. ഓരോ മനുഷ്യൻ്റെ മുന്നിലും പിന്നിലും മലായിക്കത്തുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ആ മലക്കുകൾ മനുഷ്യനെ സംരക്ഷിക്കുന്നു. ഐ മഅഹു മലായിക യഹ്ഫളൂനഹു മിൻ ബൈനി യദൈ വമിൻ ഖൽഫി, മുന്നിലും പിന്നിലും മലക്കുകൾ ഉണ്ടാകും, അവർ സംരക്ഷിക്കുന്നു എന്നാ പറയുന്നത്. ഫഇദാ ജാ ഖദറുല്ലാഹ്, എന്നാൽ അള്ളാഹിൻ്റെ വിധി വന്നാലോ, അള്ളാഹിൻ്റെ വിധി വന്നാൽ ഖലൗ അൻഹു, അവർ മാറി നിൽക്കും എന്നാ പറയുന്നത്. അതോടൊപ്പം പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ അത് രേഖപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനുമൊക്കെ അത് നോക്കാനൊക്കെ മലക്കുകളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇടത്തും വലത്തും മലായിക്കത്തുകളുണ്ട്. ഓരോ മനുഷ്യരും എന്തൊന്ന് ഉച്ചരിക്കുമ്പോഴും എന്തൊന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴും അത് ആ റഖീബും അതീദും ഒന്നും അറിയാതെ ചെയ്യാൻ വേണ്ടി കഴിയൂല എന്നാ.
ഇന്ന് ഒന്നും മറച്ചു വെക്കാൻ കഴിയൂല എന്നർത്ഥം. നമ്മളിപ്പോൾ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രഹസ്യ സ്ഥലത്തേക്ക് പോകും, കഴിയൂല. അതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, മറ്റൊരായത്തിൽ പറയാണ്, ഈ മലക്കുകളുടെ എണ്ണം നമുക്കറിയോ? അറിയൂല. അമ്പിയാക്കൾക്കറിയൂല. അല്ലാഹു തആല സൂറത്ത് മുദ്ദസിറിൽ പറയാ, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിൽ രാവിലെ മലക്കുകൾ വരുന്നു, എന്നിട്ടോ അവർ വൈകുന്നേരമായാൽ പോകുന്നു. വൈകുന്നേരം മറ്റൊരു സംഘം മലക്ക് വരുന്നു എന്നാണ് പറയുന്നത്. യതആകബൂന ഫീകും മലായിക ബില്ലൈലി വന്നഹാർ. രാവും പകലും മലക്കുകൾ വരുന്നു. ഇവരെന്ത് ചെയ്യും? ആരൊക്കെ നമസ്കരിക്കുന്നു, സുബഹി ആരൊക്കെ നമസ്കരിക്കുന്നു, അസർ ആരൊക്കെ നമസ്കരിക്കുന്നു, ഇതൊക്കെ രേഖപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും. എന്നിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, മലക്കുകളുടെയൊക്കെ ജോലികൾ ഇങ്ങനെ ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പറയാം. നമ്മുടെ ഈ ഗർഭസ്ഥ ശിശു 4-ാമത്തെ മാസമാകുമ്പോൾ മലക്കുകൾ വരുമെന്ന, എന്നിട്ട് എന്ത് ചെയ്യും? റൂഹുദും ഫയം ഫി റൂഹുദും വയുമറു ബി അർബഅ കലിമാത്ത്, 4 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കപ്പെടും. യക്തുബു റിസ്ഖഹു, എന്ത് ചെയ്യും? അവൻ്റെ റിസ്ക് രേഖപ്പെടുത്തും. വഅജലഹു, അവൻ്റെ അജൽ എന്ന് പറഞ്ഞർത്ഥം അവധി. അതോടൊപ്പം വഅമലുഹു, അവൻ്റെ കർമ്മങ്ങൾ. വശഖിയ്യുൻ ഔ സഈദുൻ, അവൻ ദുർഭാഗ്യവാനാണോ നല്ല ഭാഗ്യമുള്ളവനാണോ, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാ. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, റൂഹുകൾ പിടിക്കാൻ, മരിപ്പിക്കാൻ മലക്കുകളുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിതൂൻ. എങ്ങനെ നമ്മൾ മരിക്കുക? മരണം എങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആ മരണം എന്ന് പറയുന്നത് മലായിക്കത്തുകൾ വരും. എന്നിട്ടോ തവഫത്തുഹു റുസുലനാ, അവരല്ലാഹുവിൻ്റെ ദൂതന്മാരാണ്. ആ ദൂതന്മാർ നമ്മുടെ റൂഹ് അങ്ങോട്ട് ഏറ്റെടുക്കും. വഹും ലാ യുഫരിതൂൻ, അവരതിൽ യാതൊരു ജോലിയിൽ ഒരു കൃത്യവിലോപവും അവർ കാണിക്കുകയില്ല എന്നാ. കറക്റ്റ് ടൈമിന്, കറക്റ്റ് സെക്കൻഡിന് അവരുടെ ആ റൂഹ് വലിച്ചെടുക്കും. കുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. വിശുദ്ധ ഖുർആൻ പറയാ, കുൽ പറയുക, യതവഫാകും, നിങ്ങളെ മരിപ്പിക്കും, വഫാത്താക്കും. ആരാ വഫാത്താക്ക? മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക്. അല്ലദീ വുക്കില ബിക്കും, അതായത് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങും. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ചില മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ മലക്കാരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മലക്കാരാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വഅഅലമുഹും ജിബ്രീൽ അലൈഹിസ്സലാം വഹുവ അമീനുൽ വഹി, അദ്ദേഹമാണ്, ആ മലക്കാണ് വഹയിൻ്റെ മലക്ക്. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ. കണ്ടോ, റൂഹുൽ അമീൻ അദ്ദേഹത്തിന് അല്ലാഹു തആല പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂഹുൽ ഖുദുസ് എന്നും പേര് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, മലക്കുകൾക്ക് ചില പ്രത്യേകമായിട്ടുള്ള രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. വഖദ് അഅതല്ലാഹുൽ മലായികത ഖുദ്റതൻ അല തശക്കുൽ ബി അഷ്കാലിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ രൂപം പ്രാപിക്കാൻ മലക്കുകൾക്ക് കഴിവുകൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫഖദ് ജാഉ ഇലാ ഇബ്രാഹിമ വ ലൂത്ത് അലൈഹിമസ്സലാം ബിസൂറത്തി അലിയാഫ്, ഇബ്രാഹിം നബിയുടെ അടുത്തും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലും എങ്ങനെ വന്നു? അതിഥികളുടെ രൂപത്തിൽ, ലുയൂഫ്, ആ രൂപത്തിൽ വന്നു. ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വ കാന ജിബ്രീൽ യഅതി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിഫാത്തിൻ മുതഅദ്ദിദ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വിവിധ രൂപങ്ങളിലായി വന്നിട്ടുണ്ട്. താറത്തൻ യഅതി ഫീ സൂറത്തിൻ ദിഹിയത്തുൽ കൽബി, ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരാളുടെ രൂപത്തിൽ വരാറുണ്ടായിരുന്നു. താറത്തൻ ഫീ സൂറത്തിൻ അറാബി, ഒരു കാട്ടറബിയുടെ രൂപത്തിൽ വരാറുണ്ടായിരുന്നു. വതാറത്തൻ ഫീ സൂറത്തിഹിൽ ലത്തി ഖുലിക അലൈഹ, ജിബ്രീൽ സൃഷ്ടിക്കപ്പെട്ട അതേ രൂപത്തിൽ നബിയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ 2 വട്ടമാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മനുഷ്യർക്ക് മലക്കുകളെ കാണാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിശ്വാസങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് യാതൊരു കുറവുമില്ലാതെ വിശ്വസിക്കുകയും
രാവും പകലും എല്ലാ സന്ദർഭത്തിലും അവർ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله على نبينا محمد والحمد لله رب العالمين.